നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്നത്തെ ഗൈഡൻസിൽ കുറേ മെസ്സേജസ് ഉണ്ട്, പ്ലീസ് അതുകൂടി ഒന്ന് കാണാം. ഓക്കെ, അതിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഒന്ന് പ്ലീസ് കാണാം. ആൻഡ് ആക്ച്വലി ഇവിടെ റിലേഷൻഷിപ്പിൽ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ പുറമേ എന്തൊക്കെ കാണിച്ചാലും ശരി, അവരുടെ മനസ്സിൽ അവർക്ക് ഹിഡൻ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അല്ലേ? ഓക്കെ, അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കുകയാണെങ്കിൽ എന്താ പറയാൻ നോക്കാം. അവരെ മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലെറ്റ്സ് സീ. 7 of Wands, World, 10 of Wands, ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരല്പം ഡിഫെൻസീവ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ അവർ കുറച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒരു എതിർത്ത് സംസാരിക്കുന്ന പോലെ, ശരിക്കും ഒരു എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഡിഫെൻസീവായിട്ട് നിൽക്കും എന്ന് പറയില്ലേ? സോ ആ രീതിക്കുള്ള ഒരു ഫീലിംഗ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് എല്ലാവരും കൂടി അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ. അതായത് ഇവിടെ ബേർഡൻ കാണുന്നുണ്ട്. ഓക്കെ, 10 of Wands ബേർഡൻ, ഒരുപാട് അവർക്ക് ബാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ മേലെ ഒരുപാട് പ്രഷർ ഉണ്ട് എന്ന രീതിയിൽ. അതിപ്പോൾ വീടിൻ്റെ ആയിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, പ്ലസ് നിങ്ങളുടെ ബന്ധം എല്ലാം കൂടി. ഓക്കെ, എല്ലാം കൂടി ഐ തിങ്ക് ഫൈനാൻസ് എല്ലാം കൂടി അവർക്ക് ഐ തിങ്ക് ഒരു താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ അവർ നിൽക്കുകയാണ്. ആൻഡ് അവിടെ കാണുന്ന അവർ വളരെയധികം ഇപ്പോൾ ഡിഫെൻസീവായിട്ട് മാറുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, അവർക്ക് ആക്ച്വലി എല്ലാം കൂടി നമ്മൾ പറയില്ലേ, ചില സമയത്ത് എല്ലാം കൂടെ താങ്ങിയിട്ട് പറ്റാതെ ആകുമ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോഴേക്കും അവർക്കത് വളരെയധികം ഡിഫെൻസീവായി പോകും. അവർ ഡിഫെൻസീവ് ആവേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അത് ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും അവർ നിൽക്കുന്നത്. ഇവിടെ ശരിക്കും അവരുടെ ലൈഫിൽ ചില സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒന്ന് 10 of Wands പറയുന്ന ഭാരം, അവർ ക്യാരി ചെയ്യുന്ന ഭാരം. ഓക്കെ, മനസ്സിൽ അവരെന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇവിടെ കൂടുതലും ഒരു തേർഡ് പാർട്ടി എനർജി ആണ്. ഒന്ന് ഫാമിലി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഫാമിലി ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 2 വ്യക്തികളുണ്ട്. കാരണം ഇവിടെ Queen of Swords, Queen of Cups നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ജെൻസ് ആയിരിക്കണം എന്നില്ല കേട്ടോ, ലേഡീസ് ആയാലും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 2 വ്യക്തികൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കംപ്ലീഷൻ്റെ എനർജി ഉണ്ട്. കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ എന്തോ ഒരു എൻഡിങ് വരുന്ന പോലെയാണ്. എന്തോ ഒരു എൻഡിങ് സംഭവിക്കാനുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ചില കാര്യങ്ങൾ അവർക്ക് ആഗ്രഹിക്കുന്നത് ഒരു പീസ്ഫുൾ ലൈഫാണ്, ഹാപ്പി ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് ആക്ച്വലി നിങ്ങളുമായിട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ Queen of Cups ആയിട്ടാണ് നമ്മൾ പറയാം. Queen of Swords ഇപ്പോൾ അവരുടെ പാർട്ട്ണർ ആയിരിക്കാം, ആരായാലും ശരി, ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ അനദർ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സോ അങ്ങനെ നമ്മൾ സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒരു എപ്പോഴും കൺട്രോളിങ് അല്ലെങ്കിൽ സ്ട്രോങ് അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് നമ്മൾ എടുക്കുക. ബട്ട് Queen of Cups എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് പറയും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി പോലെ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് പോകണം മുന്നോട്ട് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ കുറച്ച് സീക്രറ്റ്സ് മേ ബി ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ അടുത്ത് നിന്ന് തേർഡ് പാർട്ടിയെ കുറിച്ച് ഹൈഡ് ചെയ്തായിരിക്കാം, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. മേ ബി നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഓക്കെ, സോ തേർഡ് പാർട്ടിയുടെ ഒരു ഹിഡൻ എനർജി എനിക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹിഡൻ എനർജി എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് അവര് മനസ്സിൻ്റെ ഉള്ളിൽ. ആക്ച്വലി ഇവിടെ ജസ്റ്റിസ് ആണ്. സോ ഇവിടെ ന്യായം ചെയ്തിട്ടില്ല എന്നവർക്കറിയാം, നിങ്ങളോട് ന്യായം ചെയ്തിട്ടില്ല എന്നവർക്ക് അറിയായിരിക്കും. 2 of Cups എനർജി ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്. യെസ്, എവിടെയോ യൂണിവേഴ്സ് അവർക്കിപ്പോൾ ആക്ച്വലി അവരുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. ചില കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ് എനിക്ക് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ കാര്യം ഇവിടെ എന്തോ ഹൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, മാരീഡ് അല്ലെങ്കിൽ വേറൊരു ബന്ധമായിരിക്കാം, അങ്ങനെയാവാം. അല്ലാത്തവർക്ക് മാരേജിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, മാരേജ് റിലേറ്റഡ്, അതായത് ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം തേർഡ് പാർട്ടി ഇവിടെ. പക്ഷെ അത് കുറച്ച് സൈക്കിൾസ് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർ ആ ഒരു ജസ്റ്റിസ് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഷക്കിൾ ചെയ്തിട്ടും. ഓക്കെ, സോ എവിടെയോ ഒരു ന്യായം യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ചില കാര്യങ്ങൾ അവർ പാഠം പഠിക്കുന്ന ഒരു സമയമാണ്. ഒരു കാർമിക് ഫേസ് ആയിരിക്കും അവരുടെ ലൈഫിൽ. ഓക്കെ, നോക്കട്ടെ വേറെന്താ അവർക്ക് പറയാനുള്ളത് നോക്കട്ടെ. ഓക്കെ, സോറി, മെയിൻ പോയിന്റ് പറയാൻ വിട്ടുപോയി.
ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓക്കെ നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് അവർക്ക് സ്നേഹമുണ്ട് എന്ന രീതിക്കാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. സോ വേറെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി വളരെയധികം കൺട്രോളിങ് വ്യക്തിയാണ്, വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇവർക്കൊരു സമാധാനം കൊടുക്കാത്ത ടൈപ്പൊക്കെ ആയിരിക്കാം, എപ്പോഴും ഒരു കൺട്രോൾ വെച്ച് നിൽക്കുക, അങ്ങനത്തെ ഒരു നേച്ചറുള്ളവരായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്താണ് പീസും എല്ലാം ഫീൽ ചെയ്യുന്നത്, പക്ഷെ അവർക്കൊരു തീരുമാനമെടുക്കാനും പറ്റുന്നില്ല. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കൺഫ്യൂഷൻ. വേറെന്താണ് ചിന്തിക്കുന്നത്? വേറെന്താണ്? സോറി, മജീഷ്യൻ, ഏസ് ഓഫ് സോർഡ്സ്, 3 of wands, ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ്. സി അഗൈൻ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എല്ലാം മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, ലൈഫിനെ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട്, അവർക്കൊരു ആക്ഷൻ എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. അവർ മനസ്സിൽ തോന്നുന്നത് എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കണം എന്നവർക്ക് ചിന്തയുണ്ട്. കാരണം അതിനുള്ള പ്ലാനിങ്ങും കാണുന്നുണ്ട് എനിക്ക്. അവരൊരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക, അതിന് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്, എന്നിട്ട് എന്തെങ്കിലും ചെയ്യണം, ഇതിൽ നിന്നൊക്കെ പുറത്ത് വരണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ നിന്ന് പുറത്ത് വരണം, അല്ലെങ്കിൽ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ നിന്ന് പുറത്ത് വരണം എന്നായിരിക്കാം. ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, പക്ഷെ എന്താണ് അവർക്ക് ബാധ്യതകൾ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ മാരീഡ് സിറ്റുവേഷൻ തന്നെയാണ് വീണ്ടും തോന്നുന്നത് എനിക്ക്. അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. സോ അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ, അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ട് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാൻ. അത് യൂണിവേഴ്സായിട്ട് മേ ബി ചെയ്യിപ്പിക്കും. ആൻഡ് അവരും ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം, അല്ലെങ്കിൽ അവരൊരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബേർഡൻസ് അവർക്ക് അത്രയും ക്യാരി ചെയ്ത് മതിയായി, അതാണ് പറയുന്നത്. ഓക്കെ, എല്ലാ ടെൻഷൻ കൂടി, അത് അങ്ങനെ ആലോചിച്ചാൽ മതി, എല്ലാ ടെൻഷനും കൂടി താങ്ങിയിട്ട് മതിയായി എന്ന് പറയില്ലേ. ഓക്കെ, ജഡ്ജ്മെന്റ്, 8 of swords, യെസ്, ജസ്റ്റ് വീണ്ടും സെയിം കാർഡ്സ്. യെസ്, സി നിങ്ങളുടെ പേഴ്സൺ ചില സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അത് ഫാമിലിയിലായിരിക്കാം, വേറെ തേർഡ് പാർട്ടി ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അതിൽ സ്റ്റക്കാണ് അവർ. ഓക്കെ, അതിൽ നിന്ന് പുറത്തു വരാൻ പക്ഷേ വേറെ ആർക്കും, ഞാനിത് മുമ്പ് നിങ്ങളല്ലേ കേട്ടിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. 8 of swords പറയുമ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എന്ന് പറയും. ഓക്കെ, ആർക്കും പക്ഷെ നിങ്ങളെ ഫുള്ളായിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഓക്കെ, സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ എപ്പോഴും നമ്മൾ തന്നെ ശ്രമിക്കണം എന്നാണ് പറയുക. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട്, അത് നിങ്ങളുടെ പേഴ്സൻ്റെ തോന്നൽ, അതായത് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് പറ്റില്ല, കാരണം എൻ്റെ ഫാമിലിയാണ്, അല്ലെങ്കിൽ മാരീഡാണ്, അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിൽ ഞാൻ ഓൾറെഡി കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു, വോട്ടെവർ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്നു ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വരാൻ ശരിയാവില്ല, വന്നു കഴിഞ്ഞാൽ എല്ലാവരും മറ്റുള്ളവർ എന്തു പറയും, അങ്ങനെ എന്തു പറയും, ഫാമിലി എന്തു പറയും, അല്ലെങ്കിൽ ലോകം എന്തു പറയും, വോട്ടെവർ, അങ്ങനെയുള്ള ചിന്തകളാണ് അവരുടെ ഉള്ളിൽ. സോ ഇവിടെ യൂണിവേഴ്സായിട്ട് ഓക്കെ, ജഡ്ജ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സണിന് ചില വേക്കപ്പ് കോൾ കൊടുക്കുന്നുണ്ട്, അതായത് പിടിച്ച് കുലുക്കി വിടുന്നുണ്ട്. ഓക്കെ, മതി, ഇനി ഇങ്ങനെ പെട്ടെന്ന് നിന്നത് മതി, നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കണം എന്ന രീതിക്ക് പറയുന്ന പോലെയാണ്. ഏസ് ഓഫ് സോർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇതിൽ നിന്ന് പുറത്തു വരാൻ ഒരു ആക്ഷൻ എടുക്കണം. ഓക്കെ, ഈ ഒരു പെട്ട് നിൽക്കുന്നതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ അവർ ആക്ഷൻ എടുക്കണം, അവരുടെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങൾ അവർ ചെയ്യണം. ആ മാറ്റം കൊണ്ടുവരാൻ യൂണിവേഴ്സായിട്ട് ഇപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് അവർക്ക് ചില റിയലൈസേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ബേർഡൻ ഇത് അത്ര അധികം കാലം താങ്ങി നടക്കാൻ പറ്റില്ല ആർക്കും, അല്ലേ? ആർക്കും നമ്മൾ ഒരു ടെൻഷനും കാര്യങ്ങളും വെച്ച് നമുക്ക് ഒരുപാട് കാലം നടക്കാൻ പറ്റില്ല. അതിലൊരു മാറ്റം അവസാനം വരും. ഓക്കെ, ആ മാറ്റം യൂണിവേഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണിനെ പറയാൻ പറ്റുകയാണെങ്കിൽ ആക്ച്വലി അവർ ഐ തിങ്ക് ഒരുപാട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ശരിക്കും മാനസികമായിട്ട് ഒരു ഭാരം അനുഭവിക്കുന്ന സമയമാണ്. ഓക്കെ, അവർ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫിൽ പുറത്തൊക്കെ എന്ത് കാണിച്ചാലും ശരി, അത് നിങ്ങൾ വിട്ടേക്കൂ. ഓക്കെ, ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ അവർ പല കാര്യങ്ങളും അവർ ഫേസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് അവരുടെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഒന്നിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യങ്ങളായിരിക്കാം, അവരുടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ അത്രയും സ്നേഹം കൊടുത്ത് നിന്നിട്ടുണ്ട്, മേ ബി നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് ചെയ്ത തെറ്റ്, തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മിസ്റ്റേക്കിൻ്റെ ബേർഡൻ എല്ലാം ഓക്കെ യൂണിവേഴ്സായിട്ട് ഇപ്പോൾ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറയുകയാണെങ്കിൽ അവർ നിങ്ങളോട് പറയാൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് അവർ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് നിങ്ങളോട് പറയാൻ സാധിക്കില്ല. ബിക്കോസ് അവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്കും അറിയില്ല. ചിലപ്പോൾ ഇത് എന്താ നടക്കുന്നതെന്ന് ചിലപ്പോൾ അവർ പോലും അറിഞ്ഞോന്ന് വരില്ല. ഓക്കെ, ബട്ട് അവരുടെ ലൈഫിൽ ഐ തിങ്ക് അവർ ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഓടിപ്പോയിട്ട് സമാധാനിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അവർക്കത് ഗോ ത്രൂ ചെയ്യാനുള്ളതാണ്. അവർ ചില റിയലൈസേഷൻസ് അവർക്ക് വരണം, അവരുടെ ഗ്രോത്തിന് അത് ആവശ്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഓടിപ്പോകാൻ നിൽക്കണ്ട, വെയിറ്റ് ചെയ്യൂ.
നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതിൻ്റെ ഇടയിൽ എന്താണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ. 5 of Pentacles, Hangman, Hierophant. ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. പേഴ്സൺ നിങ്ങളെ വിട്ടുപോയതായിരിക്കാം, നിങ്ങൾ അവരെ വിട്ടതായിരിക്കും, whatever. എന്ത് തന്നെ രണ്ടുപേരിൽ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ ഒരാൾ വിട്ടുപോയിട്ടുണ്ട്, സെപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ അത് ടെമ്പററി ആണ്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് ആക്ച്വലി നിങ്ങളെ ഒന്ന് അകറ്റിയത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ ഒരു പോസ് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇതൊരു സമയമെടുത്ത് പേഴ്സണിന് ചിന്തിക്കാൻ, അഗൈൻ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം, ജസ്റ്റിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, പേഴ്സൺ ചിന്തിക്കാനുള്ള സമയമാണ്. ഓക്കെ, നിങ്ങളുടെ ബന്ധം എന്താണ്, അവരുടെ ലൈഫ് എന്താണ്, എല്ലാം അവർ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളിപ്പോൾ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇത് നടക്കില്ല, ഈ പ്രോസസ്സ് നടക്കില്ല. ഓക്കെ, നിങ്ങൾ അല്പം അകന്ന് നിന്നാൽ മാത്രമേ പേഴ്സൺ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുള്ളൂ, ആ സ്പേസ് അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഒരു സെപ്പറേഷൻ്റെ ഫേസ് ആണെങ്കിൽ അത് ആക്ച്വലി യൂണിവേഴ്സായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈറോഫൻ്റ് ആണ്. ഹൈറോഫൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ എന്ന രീതിക്ക് നമ്മൾ എടുക്കും. സോ യൂണിവേഴ്സായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ തമ്മിൽ ആക്ച്വലി മുന്നോട്ട് അതൊരു പേഴ്സൺ കുറച്ചുകൂടി സ്പിരിച്വലൊക്കെ ആയിട്ട് കുറച്ചുകൂടി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് ബെറ്റർ ആവും എന്നുമാണ്. ആക്ച്വലി തിരിച്ചു വരും പേഴ്സൺ. ഓക്കെ, നിങ്ങളോട് സോറി പറഞ്ഞു വരും, ഒരു സോറി പറയുന്ന കാണുന്നുണ്ട്, ഒരു മെസ്സേജ് വരുന്ന കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം സമയമെടുക്കും. ഇപ്പം തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കുറച്ച് സമയം കൊടുക്കൂ. അവരൊന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സമയമാണിപ്പോൾ. ഓക്കെ, പേഴ്സൺ പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ അവർ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട്. എവിടെയാണ് ഇമ്പോർട്ടൻസ്, എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ അവർക്ക് അറിയാനുണ്ട്. അവരുടെ ലൈഫ് മാറ്റിയെടുക്കാനുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഈ കാർഡ്സ് കൊണ്ട് നോക്കിയേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സപ്പോർട്ട്, ഫ്രണ്ട്ഷിപ്പ്, boundaries, one-sided, insecure, casual. ശരിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സണും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവർ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, അവർ ചില കാര്യങ്ങൾ അവർ ശരിക്കും തിരിച്ചറിയാനുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ വ്യക്തിയുണ്ട്. ഓക്കെ, അത് കമ്മിറ്റഡ് ആയിരിക്കാം ഓൾറെഡി, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് വന്നായിരിക്കാം. ബട്ട് അതിൽ അങ്ങനെ ഹാപ്പി ഒന്നും അല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ തമ്മിൽ ഒരു സപ്പോർട്ട് ഉണ്ട്, പരസ്പരം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് അവർക്ക് വളരെ ഇഷ്ടമാണ്. ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ട്, ഇറ്റ്സ് കംഫർട്ടിങ് ടു നോ ദാറ്റ് വി ഹാവ് ഈച്ച് അതർ സപ്പോർട്ട്. ഓക്കെ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ തമ്മിൽ ആ ഒരു നല്ലൊരു ബന്ധത്തിനെയാണ് കാണിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. മേ ബി ദർ കുഡ് ബി മോർ ബിറ്റ്വീൻ അസ്, ബട്ട് ഐ വുഡൻ വോണ്ട് ടു ജെപ്പഡൈസ് അവർ ഫ്രണ്ട്ഷിപ്പ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ അടുത്തിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, ഓൾറെഡി അടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവരൊന്ന് പുറകോട്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കളയാൻ ഒരു മടി കൊണ്ട് ആണ് അവർ പുറകോട്ടാവുന്നത്. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് കൂടി ഇല്ലാതെ ആയാലോ എന്ന് ചിന്തിക്കുന്ന പോലെ. ഓക്കെ, ഐ റിയലി വിഷ് യു വുഡ് ഗിവ് മീ സം സ്പേസ്. ഇപ്പോൾ പേഴ്സൺ ഇപ്പോൾ സ്പേസ് കൊടുക്കാം, ഞാനതാ പറഞ്ഞത്. ഒരല്പം സ്പേസ് കൊടുത്തേക്കാം. അവർക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ചില കാര്യം അവരെ ഒരുപാട് ടെൻഷൻ അവരുടെ ഉള്ളിൽ കയറുന്നുണ്ട്. അവരുടെ മനസ്സ് ലൈക്ക് ചിന്തകൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ആ സ്പേസ് അവർക്ക് ആവശ്യമാണ്. ഓക്കെ, അവരൊന്ന് മനസ്സിലാക്കട്ടെ. ഐ എം റിയലി സോറി ബട്ട് ഐ കാൺ റെസിപ്രോക്കേറ്റ് യുവർ ഫീലിങ്സ്. വൺ സൈഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് വൺ സൈഡഡ് എന്ന് എടുക്കേണ്ട. നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് സാധിക്കുന്നില്ല, അതാണ് മെയിനായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കാഷ്വലും ഉണ്ട്. ഐ തിങ്ക് വി കുഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫൺ ടുഗെദർ ബട്ട് ഐ ഡോണ്ട് സീ ഇറ്റ് പ്രോഗ്രസിങ് ഇൻ ടു. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒന്ന് യെസ് അവർ ഞാൻ പറഞ്ഞ പോലെ വേറൊരു റിലേഷൻഷിപ്പിലാണ്. എനിക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് പോസിബിൾ അല്ല ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് എനിവേ ലൈക്ക് പക്ഷെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ, എല്ലാം ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർക്കൊരു ഫുള്ളി കമ്മിറ്റഡ് ആവാൻ ഇപ്പോൾ പറ്റിയ ഒരു അവസ്ഥയിലല്ല അവർ. ആൻഡ് ഇവിടെ ടേക്കണും ഉണ്ടായിരുന്നു. ടേക്കൺ എന്ന് പറയുമ്പോൾ ഡോണ്ട് ടേക്ക് ദിസ് പേഴ്സണലി ബട്ട് മൈ ഹാർട്ട് ബിലോങ്സ് ടു സമ്മൺ എൽസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി വേറെ ഒരു വ്യക്തി ഉണ്ടാവാം. അങ്ങനെയാണെങ്കിലും അവർക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ സന്തോഷമല്ല, നമ്മൾ കണ്ട പ്രകാരം അല്ല, കാർഡ്സ് പ്രകാരം അല്ല. പക്ഷേ എവിടെയോ അവർക്ക് ഇപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ അതിൽ നിന്ന് ഫുള്ളി അങ്ങോട്ട് വിട്ട് വരാനും അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അവർക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി ടേക്കൺ എന്ന് പറഞ്ഞാൽ മേ ബി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം, അങ്ങനത്തെ ഒരു കാര്യമാണ് കാണുന്നത്. സോ അതുകൊണ്ട് അവർക്ക് ഫുള്ളായിട്ട് ചിലപ്പോൾ നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അപ്പുറത്ത് പക്ഷെ അവർക്ക് നിങ്ങളോട് ആ കംഫർട്ടും ഫ്രണ്ട്ഷിപ്പും സ്നേഹവും എല്ലാം നിങ്ങളോടുണ്ട്. ഓക്കെ, ആം ഐ ഗുഡ് ഇനഫ് ഫോർ യു? ഇത് കണ്ടു പേഴ്സൺ ചോദിക്കുന്നത് അവരുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ആണ്. അവർ നിങ്ങൾക്ക് നല്ലതാണോ എന്നാണ് അവരെ ചോദിക്കുന്നത്.
നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് നല്ലത് അർഹിക്കുന്നുണ്ട്. ആൻഡ് അവർ പോരാ സ്വയം എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഐ നോ യു ആർ മൈ സോൾമേറ്റ്. അതാ ഞാൻ പറഞ്ഞ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണിപ്പോൾ. ഓക്കെ, നിങ്ങൾ ഈ ഒരു വാക്കിലൊന്നും നിങ്ങൾ പോകണ്ട. അവരുടെ മനസ്സിൽ തന്നെ കൺഫ്യൂഷനാണ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്കൊരു വേറെ എനിക്ക് കമ്മിറ്റഡ് ആണ്, ഞാൻ വേറൊരു ഭാഗത്താണ് എന്നുള്ള ഒരു ബൗണ്ടറി അവർ വെക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ അതാണിപ്പോൾ ഇവിടുത്തെ കൺഫ്യൂഷൻ. ആൻഡ് ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാണ്. ഓക്കെ, പേഴ്സൺ ശരിക്കും തിരിച്ചറിയട്ടെ നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ്. അവർ എല്ലാ കുറച്ച് കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനുണ്ട്. എവിടെയാണ് സന്തോഷം, എവിടെയാണ് സ്നേഹം എന്നൊക്കെ അവർ മനസ്സിലാക്കാനുണ്ട്. ആൻഡ് യു ആർ മൈ സോൾമേറ്റ് എന്ന് അവർ പറയുന്നുണ്ട്. അവർക്കറിയാം. ഓക്കെ, അവർ ശരിക്കും നിങ്ങളുടെ അടുത്ത് അനുഭവിക്കുന്ന ആ ഒരു സ്നേഹം വേറെ ആരുടെ അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ബട്ട് യെസ്, ഇപ്പോൾ അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ്. ഒരല്പം ഗ്യാപ്പ് കൊടുത്തേക്കുക തൽക്കാലം. ഓക്കെ, പേഴ്സൺ വരട്ടെ, ആലോചിക്കട്ടെ. അവർ ഇൻസെക്യൂർ ആണ്. കാരണം അവർക്ക് തോന്നുന്നത് അവർ വേറെ പെട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റും. നിങ്ങളെ അവർ ശരിക്കും ഒരു വലിയൊരു സ്ഥാനത്താണ് കാണുന്നത്, ഒരു മേലെയാണ് കാണുന്നത്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ നല്ലത് അർഹിക്കുന്നുണ്ട്, അവർ പോരാ എന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ എനിവേ, ഇതൊരു കുറച്ച് കൺഫ്യൂഷൻ നടക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഭാരങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ ദ മോസ്റ്റ് ലവിങ് തിങ് യു ക്യാൻ ഡു ഇസ് ലെറ്റ് മീ ഗോ. പേഴ്സൺ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇപ്പോൾ വിട്ടുകൊടുത്തേക്കുക തൽക്കാലം. ഓക്കെ, അവർ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറി തന്നെ നിൽക്കട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ പോരാതെയാണ്, നിങ്ങളുടെ എന്തെങ്കിലും കുഴപ്പമാണ്, അങ്ങനെ വിചാരിക്കരുത്. ഒരിക്കലും അല്ല. ഓക്കെ, പേഴ്സൻ്റെ അവരുടെ ഭാഗത്താണ് പ്രശ്നം. അവരാണ് തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കെയറേ കൊടുത്തിട്ടുള്ളൂ, സ്നേഹമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ അവർക്കത് തരാൻ പറ്റുമോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ഓക്കെ, അതൊരിക്കലും നിങ്ങളുടെ വർത്ത് കാണിക്കുന്നതല്ല. അത് മനസ്സിലാക്കുക. നിങ്ങളെ തന്നെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും. ഓക്കെ, അപ്പോഴേ അവരും ആ വാല്യൂ കാണുള്ളൂ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്നും ഞാൻ മോസ്റ്റ്ലി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാം. ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ തിരിച്ചിങ്ങോട്ട് അതേപോലെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത് നിങ്ങളുടെ തെറ്റല്ല, ഇത് നിങ്ങളുടെ ഒരു കുറവല്ല. ആക്ച്വലി അവർ നിങ്ങളെയാണ് മേലെ കാണുന്നത്, നിങ്ങളാണ് പക്ഷെ സ്വയം അവനവനെ താഴ്ത്തി കാണുന്നത്. സോ പ്ലീസ്, ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് കൂടി കൊണ്ടുവരാം നിങ്ങൾ. ഓക്കെ, എപ്പോഴും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പേഴ്സൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ട്, അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് ശരിയാവട്ടെ. ആ രീതിക്ക് ചിന്തിക്കാൻ പഠിക്കൂ. ഓക്കെ, എൻ്റെ തെറ്റാണോ, ഞാനാണോ, ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ പറയും ആദ്യമൊക്കെ വളരെ അടുത്തൊക്കെ പെരുമാറി, അതിനുശേഷം മാറും. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ അടുക്കുമ്പോഴാണ് ട്രിഗേഴ്സ് വരുന്നത്. നിങ്ങൾ തമ്മിൽ അടുക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഈ പേടി കാര്യങ്ങളെല്ലാം കയറി വരുന്നത്. അപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എന്താ ചെയ്യാതെ അങ്ങനെയാണ്. എല്ലാവരും ആദ്യമൊക്കെ നമ്മൾ ആ ഒരു ഇഷ്ടത്തോടെയൊക്കെ പെരുമാറുമ്പോൾ വല്ലാതെ അടുത്തൊക്കെ പോകും. പിന്നെ ആയിരിക്കും ചിന്തിക്കാം, നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ചിന്തിക്കാൻ തുടങ്ങുക. അതാ പറ്റുന്നത്. ഓക്കെ, സോ മാപ്പ് കൊടുത്തേക്കുക, പോട്ടെ. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് അവനവൻ്റെ മേലേക്ക് നിങ്ങളൊരു ബേർഡൻ ആയിട്ട് എടുക്കരുത് പ്ലീസ്. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്യുക, സ്നേഹിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അവർ വന്നോളും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.